എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇനി നിറമില്ല എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. യുവത്വം നിലനിർത്തി മുഖം തിളങ്ങാൻ ഇനി നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി. വേറൊന്നുമല്ല, തക്കാളി തന്നെയാണ്. ഇന്ന് നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് തക്കാളി. മുഖത്തിലുണ്ടാകുന്ന കരുവാളപ്പ് അകറ്റാനും സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോസ് മാറ്റാനും സ്കിന്നിന് നല്ല തിളക്കം നൽകാനും മുഖക്കുരു അകറ്റാനും സ്കിൻ എപ്പോഴും യങ്ങായിരിക്കാനും സ്കിന്നിൽ എപ്പോഴും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും ബീറ്റാ കരോട്ടിനും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അതുപോലെ ലൈക്കോഫിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തെ ആരോഗ്യകരവും തിളക്കമുള്ളതായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി സോപ്പാണ്. തക്കാളി കൊണ്ടുള്ള സോപ്പാണ്. തക്കാളി കൊണ്ട് എപ്പോഴും നമുക്ക് ഫേസ് പാക്ക് ഒന്നും ഇടാൻ എപ്പോഴും മടിയായിരിക്കും അല്ലെ. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു സോപ്പ് ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ എളുപ്പം ലൈറ്റൻ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഞാൻ ഗ്ലിസറിൻ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ അതിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് നന്നായി ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഞാനൊരു 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 150 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഇതിലൊരു 3 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോപ്പൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ മിക്സ് ആക്കി വെച്ച മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഗ്ലിസറിൻ സോപ്പ് ബേസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ട് നമ്മുടെ ആ തക്കാളിന്റെ ജ്യൂസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു നല്ല ഓറഞ്ച് കളറായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് മണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു പെർഫ്യൂം ആണ്. ഇത് നമുക്ക് സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷോപ്പിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും. 25 ml 50 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. ഇനി നമുക്കിത് ഈ മിക്സ് സോപ്പ് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ ആകുന്ന മുന്നേ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ ബബിൾസ് ഒക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്. ഞാനിത് മോർണിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം മോർണിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അപ്പം എൻ്റെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. ഈ കളറ് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. നല്ലൊരു ഓറഞ്ചിഷ് കളറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോപ്പിന് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. ഇതുപോലെ റാപ്പർ ഉപയോഗിച്ച് നമുക്കിതുപോലെ റാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ബൈ.